കേരളത്തിലെ കഴിഞ്ഞ 5 വർഷത്തിനിടെ സൗന്ദര്യം കൂട്ടാൻ ലക്ഷങ്ങൾ പൊടിച്ചവരുടെ എണ്ണത്തിൽ ഉണ്ടായ വർധന 3 ഇരട്ടിയാണ്. എത്ര റിസ്ക് എടുത്തിട്ടാണെങ്കിലും ലുക്ക് മാറ്റുകയാണ് ലക്ഷ്യം. നമുക്ക് റിപ്പോർട്ട് കാണാം. സിനിമാ താരങ്ങൾ വരാറുണ്ട്, പക്ഷേ അതിലും കൂടുതൽ നോർമൽ ആൾക്കാരാണ് വരാറുള്ളത്. സിനിമാ താരങ്ങൾ കഴിഞ്ഞാൽ നമ്മുടെ സൊസൈറ്റിയിൽ വളരെ കുറച്ച് ആൾക്കാരല്ലേ ഉള്ളൂ. അപ്പം അതുപോലെ തന്നെ നമ്മളുടെ ഒരു പ്രാക്ടീസ് നോക്കുമ്പോഴും ഈ സെലിബ്രിറ്റീസ് വരും, പക്ഷെ അതൊരു ചെറിയ സെഗ്മെൻ്റാണ്. കൂടുതൽ ആൾക്കാരും സാധാരണക്കാർ, ഐ ടിയിൽ വർക്ക് ചെയ്യുന്നവർ, ജേർണലിസ്റ്റ്, അല്ലെങ്കിൽ അങ്ങനെയുള്ള എല്ലാ മേഖലയിലുള്ള ആൾക്കാർ, നഴ്സുമാർ, ഡോക്ടേഴ്സ്, എല്ലാവരും ഇതിനു വേണ്ടി വരും. അപ്പോൾ ഒരു പ്രത്യേക ഒരു സെഗ്മെന്റിന് വേണ്ടി മാത്രമല്ല. ഈ സെലിബ്രിറ്റീസിന് താങ്കൾ ചോദിക്കാൻ കാരണം ഒരുപക്ഷെ അത് ഒരു പബ്ലിക്കിൻ്റെ ഇടയിൽ അങ്ങനെ ഒരു ധാരണയുണ്ട്. കാരണം ഇത് വളരെയധികം ഭംഗിക്ക് വേണ്ടിയാണ് ആൾക്കാർ ചെയ്യുന്നത്, ഈ ഭംഗിയിലൂടെ എന്തെങ്കിലുമൊക്കെ നേടാൻ വേണ്ടിയാണ് ആൾക്കാർ ചെയ്യുന്നത് എന്നുള്ളൊരു ധാരണയുണ്ട്. പക്ഷെ നമ്മൾ കാണുന്നതെന്ന് വെച്ചാൽ ഒട്ടുമിക്കവരും ആൾക്കാർ വരുന്നതെന്ന് വെച്ചാൽ അവർക്ക് നോർമലാണ്. അതീവ സുന്ദരനോ അതീവ സുന്ദരിയാകാൻ വേണ്ടിയല്ല. എന്തെങ്കിലും ഒരു ഭംഗിയിൽ എന്തെങ്കിലും കുറവുണ്ട്, എടുത്ത് കാണുന്ന രീതിയിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അതൊന്ന് കറക്റ്റ് ചെയ്യുക, നോർമലാവുക. എൻ്റെ ഭംഗിക്കുറവ് മറ്റുള്ളവർ ശ്രദ്ധിക്കരുത് എന്നുള്ളൊരു താല്പര്യത്തിന് വേണ്ടിയാണ് ആൾക്കാർ വരുന്നത്. അപ്പോൾ അതെല്ലാവരും ഒരേപോലെ ബാധിക്കുന്നതാണല്ലോ. സെലിബ്രിറ്റീസിന് കുറച്ച് അവരുടെ എക്സ്ട്രാ ഡിമാൻഡ്സ് ഉണ്ടാവും. എന്ന് വെച്ചാൽ നമുക്ക് ചിലപ്പോൾ സാധാരണ നമ്മൾ ചിലപ്പോൾ നോർമൽ ആൾക്കാർ ശ്രദ്ധിക്കാത്ത ചെറിയ ഇഷ്യൂസ്, അവരുടെ ഇമേജ് ഈ സ്ക്രീനിൽ ബ്ലോ അപ്പ് ചെയ്ത് കാണുമ്പോൾ ഇതെല്ലാം എടുത്ത് കാണും. അത് അവരെ ചെറുതായിട്ടൊക്കെ എഫക്റ്റ് ചെയ്യും, കോൺഫിഡൻസിനെ എഫക്റ്റ് ചെയ്യും. അപ്പോൾ ഈവൻ ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും അവർക്ക് കറക്റ്റ് ചെയ്യേണ്ടി വരാറുണ്ട്. അങ്ങനെയുള്ള ചെറിയ വ്യത്യാസങ്ങളുള്ളൂ. അല്ലാതെ മെഡിക്കൽ പ്രൊഫഷനിൽ എല്ലാവരും ഒരേപോലെയാണല്ലോ, ട്രീറ്റ്മെൻറ്റ് എല്ലാവർക്കും ഒരേപോലെയാണ്. സെലിബ്രിറ്റി ആയതുകൊണ്ട് നമുക്ക് കൂടുതലായിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷേ അവരുടെ ചില ഡിമാൻഡ്സ് ഈ കോസ്മെറ്റിക് സർജറി ഫീൽഡിൽ വ്യത്യസ്തമായിട്ട് വരാറുണ്ട്.